പറഞ്ഞാൽ മതി അല്ലേ? ശരി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട മനോജച്ചൻ ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞു. ഞങ്ങളിവിടെ വരാനുണ്ടായ കാരണം കൂടിയാണ് ഒന്ന് സൂചിപ്പിക്കേണ്ടത്. ഞങ്ങളെ വളരെ ഹൃദ്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മനോജച്ചൻ ഞങ്ങളെ സ്വീകരിക്കുകയും ഇവിടെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുവാൻ അവസരമുണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ സഭയിലെ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ചില ചെറുപ്പക്കാരുടെ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് ഡെത്ത് ഫ്രീ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ സഭയുടെ വേദശാസ്ത്രം, ചരിത്രം, അതുപോലെ സാംസ്കാരിക പൈതൃകം, ഇതേക്കുറിച്ചൊക്കെ പഠനങ്ങൾ, ഗൗരവമായ അക്കാഡമിക് പഠനങ്ങൾ നടത്താൻ വേണ്ടി ഉള്ള ഒരു ഇനീഷ്യേറ്റീവാണത്. അവർക്ക് അതിന് വലിയ കെട്ടിടങ്ങളോ ഓഫീസോ ഫൈനാൻസോ ഒന്നുമില്ല. അവരുടെ സന്തോഷം കൊണ്ടും സഭയോടുള്ള സ്നേഹം കൊണ്ടും ഈ ഇന്ത്യയിൽ ക്രിസ്തീയ സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള താല്പര്യം കൊണ്ടുമൊക്കെയാണ് അവരത് ചെയ്യുന്നത്. അതിൻ്റെ ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. സുജിത് ജോർജും സുജിത്ത് എബ്രഹാമും ഷെറിൻ ജോർജും ഒക്കെ ആ ടീമിലെ ചില അവരുടെ നേതൃത്വം കൊടുക്കുന്നവരാണ്. പിന്നെയും ഒരു വൈഡർ ടീം അവർക്കുണ്ട്. അത് ഞങ്ങളെയൊക്കെ അതിനുവേണ്ടി ക്ഷണിച്ചതാണ്. ലോണവാലയിൽ വെച്ചാണ് അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. അതിപ്പോൾ പെട്ടെന്ന് അതിൻ്റെ സാധാരണ ആളുകളിലേക്ക് അത് ഒരുപക്ഷെ വരികയില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ സഭയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനായിട്ട് വലിയ വേദശാസ്ത്രജ്ഞന്മാരെയും പണ്ഡിതന്മാരെയും ഒക്കെ ക്ഷണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്നും, അതുപോലെ മദ്രാസിലെ ഗുരുകുൽ കോളേജിൽ നിന്നും, റഷ്യയിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. വളരെ നല്ല ഗാഢമായ ഡിസ്കഷൻസാണ് നടക്കുന്നത്. എപ്പോഴെങ്കിലും അതിൽ നിന്ന് നന്മകൾ പുറത്തേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും യാത്ര ചെയ്ത് ഞങ്ങളൊക്കെ അവരുടെ ക്ഷണമനുസരിച്ച് ഇവിടെ വന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും അവർക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്, ഞാനെപ്പോഴും പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുകളിൽ നിന്നാണ് വരേണ്ടത്. മെത്രാച്ചന്മാരുടെയും സുരുടിൻ്റെയൊക്കെ എഴുതുന്ന വരേണ്ടതിന് പകരം താഴെ നിന്ന് നല്ല വിശ്വാസമുള്ള സഭാസ്നേഹമുള്ള ആളുകൾ താഴെ നിന്ന് പല കാര്യങ്ങൾ ചെയ്യും. അതാണ് വാസ്തവത്തിൽ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിക്കാൻ ഇടയാകുന്നത്. അല്ലാതെ ഭരണപരമായിട്ട് നോട്ട് ഫ്രം ദ ടോപ്പ് ബട്ട് ഫ്രം ബിലോ, അത് കുറേ കൂടെ അർത്ഥപൂർണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അക്കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഇടവക ഞങ്ങൾക്ക് ആതിഥ്യം അരുളിയതിനായിട്ട് പ്രത്യേകമായ സന്തോഷവും നന്ദിയും ബഹുമാനപ്പെട്ട മനോജച്ചനോടും എല്ലാവരോടും അറിയിക്കുകയും ചെയ്യും.